വ്ളോഗാണ്. മഴ പ്ലസ് നമ്മളൊന്ന് പുറത്ത് പോവാണ്. പുറത്ത് പോവാന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. ഇവിടെ വെള്ളം വീഴുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാട്ടോ. നമ്മളൊന്ന് പുറത്ത് മുടിയുടെ സ്റ്റിച്ച് അഴിക്കണം. പക്ഷെ അതിനല്ല പോകുന്നത്, കുറച്ച് സാധനം മേടിക്കാൻ പോകുന്നതാണ്. ഈ പെരുമഴയത്തിന് ഞങ്ങൾക്ക് പോകണമെന്ന് ഭയങ്കര ഇതായിരുന്നു. സോ ഇന്ന് പുറത്തിറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ്, പക്ഷേ പോകാമെന്ന് വിചാരിച്ചു. സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ അകത്ത് എവിടെയെങ്കിലും കുഞ്ഞു കൂടി ഇരിക്കലേ ഉള്ളൂ. പക്ഷെ ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വെറൈറ്റി ചിന്തിച്ചു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഹായ് ഗായ്സ്. സോ നമ്മൾ റേഷൻ കടയ്ക്കല്ല പോകുന്നത്, നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും പറയും ഞാനും ചേച്ചി ഒരുപോലെ ഇരിക്കുന്നതെന്ന്. നിങ്ങൾ പറയാം ഞങ്ങളെങ്ങനെയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. നല്ല രസമുണ്ട്. വണ്ടി പേടിപ്പിച്ചു, വണ്ടി വന്നാ പേടിപ്പിച്ചു. വണ്ടി പോയി. ഇപ്പോൾ എവിടെ നോക്കിയാലും റംബൂട്ടാനാണ് കേട്ടോ. പോകുന്ന വഴിയിലെല്ലാം ഈ റംബൂട്ടാൻ വീണ് കിടക്കുകയായിരുന്നു. ആക്ച്വലി നല്ലൊരു റെയിൻ തെറാപ്പി എന്ന് പറയായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ഫുൾ മഴയുടെ സൗണ്ടും കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അവിടെ കുറേ മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ മാങ്ങ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ദിവസം. സോ ഞാനതുവഴി ഇങ്ങനെ വിശാലമായിട്ട് നടക്കുവാണെങ്കിൽ എനിക്കത് കണ്ട ഓവറാന്ന് തോന്നും. പക്ഷേ ഞാൻ ലാലാവായിട്ട് നടക്കുമായിരുന്നു ആക്ച്വലി. വെള്ളമൊക്കെ ഒഴുകുന്നു. നിങ്ങളുടെ യൂട്യൂബറായിട്ടുള്ള മിരി. നീ നടക്കുന്നേ ഇതുവഴി നടന്നു നോക്ക്. സോ ക്യൂട്ട്. ഓക്കെ, നമുക്കത് കഴുകാം. എൻജോയ് ദ പ്രസന്റ് മൊമെന്റ്. ഇത് നല്ല രസമുണ്ട് ഗായ്സ്. ഇപ്പോൾ എൻ്റെ വ്ളോഗാന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇത് ചേച്ചിയാണ് ഇതിൻ്റെ മുക്കാൽ വീഡിയോ എടുത്തത്. ചേച്ചിയുടെ കുറേ കലാവിരുദ്ധകൾ നിങ്ങളെൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ടല്ലോ. സോ ചേച്ചിയും കൂടെ എടുത്ത വ്ളോഗാണ്. ഞാൻ ചുമ്മാ നടന്നതേ ഉള്ളൂ. ഫുൾ വീഡിയോ എടുത്തത് മൊത്തം ചേച്ചിയാണ്. ദേ പോകുന്നതും ഞാനാണ്. ഞാൻ എന്തൊക്കെയോ ആംഗിളിലൊക്കെ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. ചേച്ചി അത് ഓരോന്ന് എടുക്കുന്നതാണ്ടോ. ആക്ച്വലി വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് നട റോഡാണ്, എപ്പോഴും വണ്ടി പോകുന്ന സ്ഥലമാണ്. മഴ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടി പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല രസമായിരുന്നു ആ ഒരു വാക്ക്. ജസ്റ്റ് കടയിൽ സാധനങ്ങൾ മേടിക്കാനാണ് പോയത്. പക്ഷെ അവിടെ പോയതിനേക്കാൾ കൂടുതൽ പോകുന്ന സമയമായിരുന്നു കൂടുതലുള്ളത്. ഇവിടെ കടയിൽ ലാസ്റ്റായിട്ട് ചെറിയൊരിത് മാത്രമേ ഉള്ളൂ കടയിൽ പോയതുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് വെള്ളം നിറങ്ങിയിട്ട് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. എല്ലാം എവിടെ പോയാലും വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കര ഒരു പീസ്ഫുള്ളായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ വരുന്നുണ്ട്. എൻ്റെ ഫോൺ ഫുള്ള് നനഞ്ഞിരിക്കട്ടോ. എൻ്റെ ഫോൺ ഫുള്ള് നനഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ കൊടയുടെ കീഴിൽ. ഫോണ് കൊടയ്ക്ക് പുറത്താണ്. അവിടെ നല്ല രസമുണ്ട്. ആക്ച്വലി മഴ ആയതുകൊണ്ട് അധികം വണ്ടിയും തിരക്കൊന്നുമില്ല. പക്ഷേ ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര ഇറിറ്റേഷനായിട്ട് സാധനം പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന്. നല്ല രസമുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുത്ത ക്ലിപ്സൊക്കെ നല്ല ഫ്രെയിംസ് ആണ്. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നൊസ്റ്റാൾജിക് വൈബ് ഉണ്ട്. സോ അടുത്ത ഫ്രെയിം എടുക്കട്ടെ. ചേച്ചീനെ കാണിക്കാൻ ഇത് മാത്രമേ അവസ്ഥയുള്ളൂ. ചേച്ചീനെ എടുക്കണേന്ന് ഇങ്ങോട്ട് പറഞ്ഞതാ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന സാധനമാണ്. ഇതുണ്ടോ റംബൂട്ടാൻ. മഴ പെയ്തുകൊണ്ട് പൊഴിഞ്ഞ് കിടക്കാം. സാധാരണ എപ്പോഴും പോകുന്നതാണെങ്കിലും ഇവിടെ ഒന്നും ഇതിങ്ങൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് കുറേ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ പറ്റി. ഗൈസ് 5 മിനിറ്റ് എത്തേണ്ടടുത്ത് 15 മിനിറ്റ് എടുത്തു ഇവിടെ എത്താൻ. ആക്ച്വലി എന്താവും മഴ ആസ്വദിച്ച് നടന്ന് വന്നിങ്ങനെ. ഇപ്പം നല്ല ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് വരണം. പക്ഷെ മമ്മി ഓടിക്കും. അതുകൊണ്ട് നമ്മൾ സാധനം കൊണ്ട് കുടയും പിടിച്ച് മഴ നടന്നു വരാൻ ടാസ്ക്കാണ്. സോ ഓട്ടോയ്ക്ക് ഒരിക്കലും വ്യൂ കാണിച്ചു തരാം. ഗായ്സ് ടൗൺ ആണ്. ഇവിടെ മഞ്ഞ് കയറി നിൽക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയതിൻ്റെ ചടപടയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഗോതമ്പ് പൊടി മൊത്തം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു.
ഏതെങ്കിലുമൊക്കെ വിഷമപ്പെട്ടാൽ തിന്നാൻ പറ്റുന്ന സാധനങ്ങൾക്ക് മഴയായതുകൊണ്ട് നമുക്ക് ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും ഇടയിൽ. അപ്പം നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം പോലെയുള്ള നല്ല മഴയത്ത് നടന്നേറെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നപ്പം അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറും കോവയ്ക്ക വറുത്തതും അതുപോലെ തന്നെ മുട്ട വറുത്തതും കിഴങ്ങറിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ഗൈസ്.